അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബിയുടെ മറുപടി കേട്ട് സ്തബ്ധനായി പോയ അറാബിയുടെ കയ്യിൽ നിന്ന് വാൾ നിലത്തേക്ക് വീണു. നബി ആ വാളെടുത്ത് ചോദിച്ചു, മൻ യംനഉക മിന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അയാൾ പറഞ്ഞു, കുൻ ഖൈറ ആഹിദിൻ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആശയം. ഞാൻ പാവമാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾ മാന്യനാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാന്യനാണ് എങ്കിൽ നിങ്ങൾ നിരായുധനായ എന്നെ ഒന്നും ചെയ്യില്ലല്ലോ എന്നാണ് അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചോദിച്ചു. ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും അതിനെ തുടർന്നുണ്ടായ കാര്യവും പറയാനാണ് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത്. എന്താണെന്നറിയാമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അതഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും നീ അംഗീകരിക്കുന്നുണ്ടോ? നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അറാബി പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ മതം മാറാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നബി, എന്നാൽ നിൻ്റെ കാര്യം പോക്കാം, നിന്നെപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞില്ല. അതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ശത്രുക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്, ഇത് ആയുധത്തിന്, ഇത് ആയുധക്കളിയാണ്, ഇസ്ലാമിൻ്റെ കളി ആയുധക്കളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അതിലൊന്നും ഒരു തരിമ്പും സത്യമില്ല. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, നീ വിശ്വസിക്കാൻ തയ്യാറാണോ? അറാബി പറയുന്നു, ഇല്ല എന്ന്. അപ്പോൾ തുടർന്ന് അറാബി പറഞ്ഞു, വലാക്കിന്നി വാഹിദുക അല്ല ഉഖാതിലക്, പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു ഉപദ്രവവും ചെയ്യില്ല, താങ്കളുമായി ഞാൻ ഇനി ഒരു യുദ്ധത്തിന് വരില്ല എന്ന് ഞാൻ വാക്ക് തരാം. ഫഹല്ല സബീലഹു, നബി അദ്ദേഹത്തെ വിട്ടയച്ചു. നോക്കൂ, ഇവിടെ എന്താ വേണ്ടത്? നമുക്ക് ഇസ്ലാമിന് വേണ്ടത് എന്താ? ഈ ലോകത്തുള്ള എല്ലാവരെയും ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഓരോരുത്തരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ ശത്രുക്കൾ. അതല്ല, അതെങ്ങനെ നമ്മുടെ ലക്ഷ്യമാകുക? അള്ളാഹ് പോലും ആഗ്രഹിക്കുന്നില്ലല്ലോ. അള്ളാഹ് അങ്ങനെ ആഗ്രഹിക്കുന്നതിന് അള്ളാഹുവിന് അങ്ങനെ തന്നെ ആൾക്കാരെ പടക്കാൻ കഴിയും. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നു, വിശ്വസിക്കുന്നു, അതിന് വിധേയമായി ജീവിക്കുന്നു എന്നതുകൊണ്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക, അത് പാടില്ല. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ വിഷയം ഉണ്ടാവില്ല, ഞാൻ താങ്കളുമായി ഇനി ഏറ്റുമുട്ടാൻ വരില്ല, അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ മുതിരില്ല എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് വിടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഇത്തരം രംഗങ്ങളിലൊക്കെ നമ്മൾ ഇസ്ലാമിൻ്റെ സമീപനം എന്താണെന്ന് ശരിക്കും വായിച്ചെടുക്കാൻ കൂടി ഈ ചരിത്ര സഞ്ചാരം ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഔറസ് ബിൻ ഹാരിസ് എന്നോ ദഅസൂർ ബിൻ ഹാരിസ് എന്നോ ഒക്കെ ആയിരുന്നു അയാളുടെ പേര് എന്ന് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പാഠങ്ങൾ ഈ യാത്രയുടെ മടക്കത്തിലും ഉണ്ടായിരുന്നു എന്നാണ്. മറ്റൊന്ന്, ഒരു സ്ഥലത്ത് അവർ യാത്രക്കിടെ ഒരു സ്ഥലത്ത് അവർ വിശ്രമിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഘത്തിന് കാവലായിട്ട് രണ്ടാളെ വെച്ചു. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു, നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു ശത്രു കാണുന്നുണ്ടായിരുന്നു. ശത്രുക്കൾ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അവർക്ക് ഒന്നടങ്കം വന്ന് ഒരു ഏറ്റുമുട്ടാനുള്ള ത്രാണി മാനസികമായി ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം അവർ മുസ്ലിമീങ്ങളുടെ നീക്കങ്ങളെ വളരെ ജാഗ്രതയോടുകൂടെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ശത്രു വന്നു. അയാൾ ദൂരെ നിന്ന് നിസ്കാരത്തിൽ മുഴുകി നിൽക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലേക്ക് അമ്പ് ചെയ്തു. ആ അമ്പ് നിസ്കാരം ബാത്തിലാവാതെ, നിസ്കാരം ബാത്തിലാവാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാൾ പിന്നിൽ നിന്നാണ് അമ്പ് വന്നത്, പുറത്താണ് അമ്പ് തറച്ചത്, അതുകൊണ്ട് അക്രമി പിന്നിലാണ്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിസ്കാരം ബാത്തിലാവും. ഒന്ന്. രണ്ട്, ഇതിനെ തുടർന്ന് അമിതമായ ഇളക്കങ്ങൾ സംഭവിച്ചാൽ, ശാരീരിക ചലനങ്ങൾ സംഭവിച്ചാൽ അവിടെയും നിസ്കാരം ബാത്തിലാകും. പക്ഷേ അത് രണ്ടും ഉണ്ടായില്ല. അദ്ദേഹം മെല്ലെ ആ അമ്പ്
പിന്നിലേക്ക് കൈ നീട്ടി വലിച്ചൂരി എറിഞ്ഞു എന്നാണ്. ചില ചരിത്രങ്ങൾ പറയുന്നത് 1 അല്ല 2 3 പ്രാവശ്യം അത്തരത്തിലുള്ള ആഘാതം അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും തൻ്റെ സുഹൃത്ത് അടുത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അമ്മാർ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തെ പോലും വിളിച്ചു നോക്കിയില്ല. അപ്പോൾ പിന്നെ നിസ്കാരം സലാം വീട്ടിയതിന് ശേഷം അദ്ദേഹം അമ്മാറിനെ വിളിച്ചു വരുത്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഈ സംഭവത്തിലെ അല്ലെങ്കിൽ ഈ രംഗത്തിലെ നമ്മുടെ പാഠം. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഇന്നി കുന്തു ഫീ സൂറത്തിൻ മിനൽ ഖുർആൻ ഫകരിഹ്തു അൻ അഖ്തഅഹ. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് ആസ്വദിച്ച് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ ആ സൂറത്തിൻ്റെ ആശയത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ അതിനൊരു ഭംഗം വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് ഭംഗം വരുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വന്ന് നിങ്ങളെ ഉണർത്താതിരുന്നത്. നോക്കൂ, ഹിജറ 7 ആയപ്പോഴേക്കും ഇത്തരത്തിൽ ബലിഷ്ഠമായ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം ഉറപ്പുള്ള ഒരു ജനതയെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാർത്തെടുത്തു, വളർത്തിയെടുത്തു എന്നതും നമ്മളിവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായിരുന്നാലും ഖൈബർ യുദ്ധത്തിൻ്റെ ദാത്തുർ റിക്കാ യുദ്ധം കഴിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സമൂഹവും തിരിച്ച് വരുന്ന സമയത്തുണ്ടായ ചില രംഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ സോഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഹ്സാബ് യുദ്ധം കഴിഞ്ഞതോടുകൂടെ ഖുറൈശികൾ ഇനി മുസ്ലിങ്ങളോട് സായുധമായി ഏറ്റുമുട്ടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ഖൈബർ യുദ്ധം കഴിഞ്ഞത് മുതൽ യഹൂദികൾ അവരങ്ങനെ തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും അവർക്ക് മുസ്ലിമുകളോട് ഏറ്റുമുട്ടാനുള്ള യാതൊരു സാഹചര്യവും കഴിവും ഇല്ലാത്ത സാഹചര്യം വന്നു. അവർ അറേബ്യയിൽ നിന്നെന്ന് പറയാൻ കഴിയില്ല, മദീനയിൽ നിന്ന് നിഷ്കാസിതരായി. പിന്നെയാണ് ഗസ്വത്ത് ദാത്തുർ റിക്കാ വന്നത്. അതുകൊണ്ടാണ് ദാത്തുർ റിക്കാ നമ്മൾ പറയാനും കാരണം. ദാത്തുർ റിക്കാ നമ്മൾ പറയാനുള്ള കാരണം അതാണ്. ദാത്തുർ റിക്കാ സംഭവത്തിന് ശേഷം ബനു ഗത്ഫാൻ എന്ന് പറയുന്ന അനാഗരിക അറാബികൾ അവർ ഇസ്ലാമിനോട് ഏറ്റുമുട്ടുക എന്ന രീതിയിൽ നിന്ന് പിന്മാറി, അതൊഴിവാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം അത് തന്നെയാണ്. അതായത് 3 യുദ്ധങ്ങൾ, അഹ്സാബ് യുദ്ധം, അതിലൂടെ ഖുറൈശികൾ ഇനി യുദ്ധമില്ല മുസ്ലിങ്ങളുമായി എന്ന നിലപാടിലേക്ക് മാറി. ഖൈബർ ഹിജറ 7-ാം വർഷം, അതിലൂടെ ജൂതന്മാർ ഇനി മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഹിജറ 7 റബീഉൽ അവ്വലിൽ നടന്ന ഗസ്വത്തു ദാത്തുർ റിക്കായിലൂടെ അറാബികൾ എന്ന ശക്തിയും പോയി. അങ്ങനെ ഇരിക്കെയാണ് ഹിജറ 7-ാം വർഷം ദുൽഖഅദ മാസം വന്നത്. എന്താണ് ആ മാസത്തിൻ്റെ ഹിജറ 7-ാം വർഷത്തിലെ പ്രത്യേകത എന്നല്ലേ ചിന്തിക്കുന്നത്? പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് ഹിജറ 7-ാം വർഷത്തെ ദുൽഖഅദ മാസത്തിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.